Hello, hi. Welcome to Sona's Arts Gallery. എല്ലാവർക്കും നമസ്കാരം. ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്, യൂട്യൂബ് ചാനലിൽ എന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. ചാനൽ ഇന്നലെയാണ് തുടങ്ങുന്നത് തന്നെ. ഇൻസ്റ്റഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷെ യൂട്യൂബിൽ ഇത് ആദ്യമായിട്ടാണ്. സോ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, പറയുന്നതിലൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. സോ എല്ലാവരും അത് ക്ഷമിക്കുക. അപ്പം വീഡിയോയിലേക്ക് പോകുന്ന മുന്നായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും. അപ്പം മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും കൂടെ കയറി ഞാൻ നേരത്തെ ചെയ്ത വർക്ക്സ് എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു കൊച്ചു ക്രാഫ്റ്റ് ആയിട്ടാണ്. കാര്യം എല്ലാവരും ഇപ്പം വീട്ടിൽ ക്വാറന്റൈനിലാണ്, ആരും അങ്ങനെ പുറത്തോട്ടൊന്നും പോകാനൊന്നും പാടില്ല. അപ്പൊ എല്ലാരും എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു, വീട്ടില് ചേച്ചി ബോറടിച്ചിരിക്കുക, എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ, പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കങ്ങ് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാണിത്. അപ്പോ എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിലെ ക്രാഫ്റ്റ്സേ ഞാൻ ചെയ്യുന്നുള്ളൂ ഇപ്പം. കാരണം നമുക്കിപ്പോ പുറത്തുനിന്ന് സാധനങ്ങളൊന്നും വാങ്ങാൻ പോകാൻ പറ്റത്തില്ല. അപ്പൊ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കൊച്ചു കൊച്ചു സാധനങ്ങളും കൊണ്ട്, അതും ബേസ് മെറ്റീരിയൽസ് കൊണ്ടാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളും കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു ക്രാഫ്റ്റ്സ് നമുക്ക് ഈ കുറച്ച് നാളിൽ നമുക്കൊന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കുട്ടി ജിറാഫിനെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഇതിൽ പെൻ സ്റ്റാൻഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജ്വല്ലറീസ് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അത്യാവശ്യം താഴെ നല്ലൊരു ബേസ് ഒക്കെ ഉണ്ട്. നമ്മള് വേസ്റ്റ് ആയിട്ട് കളഞ്ഞിരിക്കുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതാണ് ഈ സാധനത്തിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. മേക്കിംഗ് വീഡിയോ കാണാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എന്തൊക്കെ വേണ്ടുന്നതെന്നുള്ളത് ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിലാണ് വേണ്ടത്. ബേസ് ഒക്കെ ഇതുപോലെ ഇരിക്കണേ ഒരു നോർമൽ ബോട്ടിൽ. നമ്മളിപ്പോ പ്ലാസ്റ്റിക് ബോട്ടിൽസ് യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് വീഡിയോ സെഷൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഒരു ബോട്ടില്, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസേഴ്സ് വേണം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു 4 ക്യാപ്സ് വേണം, ബോട്ടിലിന്റെ ക്യാപ്സ് വേണം. പിന്നെന്താ, പിന്നെ കുട്ടി ജിറാഫിന് പെയിന്റ് കൊടുക്കാൻ വേണ്ടിയതാ ഒരു ബ്രൗണും ഒരു യെല്ലോയും ഷെയ്ഡ്. പിന്നെ വേണ്ടത് ഒരു ബുക്കിന്റെ ഒരു കവറ്, അല്ലെങ്കിൽ എന്താ പറയാ കാർഡ്ബോർഡോ ചാർട്ട് പേപ്പറോ എന്തായാലും മതി. ഓക്കെ, നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏതൊരു ക്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇപ്പൊ ടേബിളിൽ വെച്ചിട്ടാണെങ്കിലോ ഫ്ലോറിൽ വെച്ചിട്ടാണോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ഒരു തുണിയോ എല്ലാം ആ ടേബിളിൽ വിരിക്കാൻ മറക്കരുത്. കാര്യം നമ്മൾ വെറുതെ അത് വൃത്തികേടാക്കരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ന്യൂസ് പേപ്പർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബോട്ടിലിനെ ഇവിടെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഈ ബോട്ടിൽ നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എഡ്ജസ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് കയ്യിലൊക്കെ കൊണ്ടുകയറും. ഓക്കെ, അപ്പൊ ഇതിന്റെ കറക്റ്റ് ലെങ്ത് വേണ്ടുന്നവർക്ക് ഞാൻ 8 സെന്റിമീറ്റർ ആണ്, ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് 8 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി അടുത്തത് വേണ്ടത് ജിറാഫിന്റെ നെക്കാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബുക്കിന്റെ കവർ എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ബാക്കി വന്നിരിക്കുന്ന ഈ കവർ ഒരിക്കലും കളയാൻ പാടില്ല. നമുക്ക് ഇതിനകത്ത് വേണം ജിറാഫിന്റെ ഹെഡ് വെച്ചിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കിയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മള് ജിറാഫിന്റെ നെക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു കാണാൻ പറ്റില്ല, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പില് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൽക്കാലത്തേക്ക് കൂടെ മാറ്റി വെക്കാം. അപ്പൊ നമ്മൾ മുമ്പേ മാറ്റി വെച്ച് എക്സ്ട്രാ വന്ന കവറില്ല, ബുക്ക് കവറില്ല, അത് വെച്ചിട്ട് നമുക്ക് ജിറാഫിന്റെ ഹെഡ് വരച്ചെടുക്കാം. വരച്ചെടുത്ത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പൊ ഞാൻ ജിറാഫിന്റെ രണ്ട് ഹെഡ് എന്തിനാ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഷേപ്പ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇതുപോലത്തെ 2 ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് എന്താ 2 കൂടെ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കണേ.
ഞാൻ ഇതിന്റെ ബോട്ടം പോർഷനിൽ കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാണ്. കാണാൻ പറ്റുന്നുണ്ടാവും വിശ്വസിക്കുന്നു. എന്നിട്ട് നമുക്ക് ഇതിനെ ഈ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിന്റെ ബാക്ക് പോർഷൻ കൂടി കുറച്ച് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിട്ട് നമ്മുടെ ഈ കുപ്പിയുടെ ഉള്ളിലായിട്ട് വെച്ചു കൊടുക്കാം. ബേസ് കോട്ടിങ് യെല്ലോ ആണ് നമ്മൾ ബേസ് ആയിട്ട് കൊടുക്കുന്നത്. ബേസ് കോട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യാം. അപ്പൊ ഇത് ഫുള്ള് നമുക്ക് യെല്ലോ അടിക്കാം. പിന്നെ നമ്മൾ ഈ 4 ക്യാപ്പിന് ബ്രൗൺ അടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ നമ്മുടെ ജിറാഫിന് കറക്റ്റ് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. ബേസിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ നന്നായിട്ട് ഉണക്കാൻ വെച്ചു. പിന്നെ നമ്മുടെ 4 ബേസ് അതിന് ബ്രൗൺ കൊടുത്തു. ഇനി നമുക്ക് ഈ ബേസ് ഇതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്. നമ്മള് അതിന്റെ ബേസ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളത് ലെഗായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കണ്ണും മൂക്കും എല്ലാം വരച്ചു കൊടുക്കാവേ. അപ്പൊ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് പെർമനന്റ് മാർക്കറാണ്. ബ്ലാക്ക് മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു മൗത്ത് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ കണ്ണിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്തു. വൈറ്റ് പേപ്പർ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് 2 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാണേ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ബ്രൗൺ കളർ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഒരു കുഞ്ഞൊരു ടെയിലും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ആ കാർഡ്ബോർഡിൽ നിന്ന് തന്നെയായിരുന്നു. കാർഡ്ബോർഡ് അല്ല, നമ്മുടെ ആ ബുക്കിന്റെ കവറിൽ നിന്ന് തന്നെയായിരുന്നു. അറ്റത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ കൊടുത്തു. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാന്ന്, ഒരു ടെയിലിന്റെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി. എന്നിട്ട് വെറുതെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ എൻഡിലേക്ക് കുറച്ച് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് അവിടേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കുഞ്ഞൊരു ടെയിലും കൂടെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടി ജിറാഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു പെൻ സ്റ്റാൻഡ് ആയിട്ട് യൂസ് ചെയ്യാം. നല്ല ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതിനകത്ത് വെക്കാൻ പറ്റും. കാണാൻ പറ്റുന്നില്ല, നന്നായിട്ട് തന്നെയല്ല ഇരിക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജ്വല്ലറീസ് സ്റ്റോർ ചെയ്യാം. എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പൊ നല്ല ക്യൂട്ട് ആയിട്ടില്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇതും കൂടെ വെച്ച് വെച്ചിട്ടുണ്ട്. കുഞ്ഞൊരു ബോയും കൂടെ, ഒരു ബ്ലാക്ക് ബോയോടെ വെച്ച് എടുത്തിട്ടുണ്ട്. അതല്ലാതെയും വെക്കാം. ഇത് എല്ലാവരും അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവരും കമന്റ്സ് പറയണം. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമെന്ന് പറയണം. എല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാതെന്ന് പറയണം. ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ കുഴപ്പമില്ല. പിന്നെന്താ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്യുക. എല്ലാവരും ചെയ്യുക. കാര്യം ഇപ്പൊ എല്ലാവരും വെറുതെ വീട്ടിലിരിക്കല്ലേ, ഒരു പണിയില്ലാണ്ടിരിക്കല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാ, കമന്റ്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഉടനെ തന്നെ വേറെ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ടേ ഇനി അടുത്ത് ചെയ്യുന്നുള്ളൂ. എല്ലാവരും വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ളവരെല്ലാരും ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു കുഞ്ഞൊരു ഹാഷ്ടാഗ് കൂടി ഉണ്ടാക്കണം. കാര്യം എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എല്ലാരും ഞാനും ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടൊരു ഹാഷ്ടാഗ് ഇട്ടിട്ട് ഈ ഇതിന്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം. ഫോട്ടോസോ വീഡിയോസോ പോസ്റ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ. അപ്പം എല്ലാരും ചെയ്തിട്ട് പിക്ക് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.